അസ്സലാമലൈക്കും. അൽഹംദുലില്ലാ. സൂറ ലുക്മാൻ ആയ നമ്പർ 5 ആണ്. അപ്പൊ ആയ നമ്പർ 4 വരെ നമ്മൾ മുഹ്സിന്റെ കുറച്ച് ക്വാളിറ്റീസും കാര്യങ്ങളും എല്ലായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതില് പറയുന്നല്ലോ നമ്മൾ എസ്റ്റാബ്ലിഷിംഗ് ദ സലാദൻ, ജനറസ് ആയിട്ട് പഠിച്ചവന്റെ മാർഗത്തിൽ പൈസ ചെലവാക്കുന്നവര്, പിന്നെ ആഖിറയില് കംപ്ലീറ്റ് ഫെയ്ത്ത് ഉള്ള ആൾക്കാർ, റൈറ്റ്? അപ്പോ അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ആയ നമ്പർ 5 പറയുന്നത്. ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം. ഉലായിക, ദോസ് ആർ ദ പീപ്പിൾ, അലാ ഹുദൻ, ഓൺ ഗൈഡൻസ്, അപ്പോൺ ഗൈഡൻസ്, മിൻ റബ്ബിഹിം, ഫ്രം ദെയർ ലോർഡ്. ഓക്കെ, അങ്ങനെയുള്ളവരാണ്, ഈ ക്വാളിറ്റീസ് ഉള്ള മുസ്ലിംസ് ആണ് പടച്ചോന്റെ ഗൈഡൻസിലുള്ള ആൾക്കാർ. വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, ആൻഡ് ദോസ് ആർ ദ പീപ്പിൾ ഹു ആർ സക്സസ്ഫുൾ. മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ. ബട്ട് സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ദുനിയാവി സക്സസ് ആണ് വരുന്നത്, അല്ലെ? എന്താണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്വിമ്മിങ്ങിൽ ഇത്രയും ലെവൽ നമ്മൾ റീച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കിട്ടുന്നു, അല്ലെങ്കിൽ ഓസ്കർ കിട്ടുന്നു, അല്ലെങ്കിൽ കുറെ പൈസ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റാർ ആവണു, കുറെ കാര്യങ്ങൾ, ഒരു വലിയ ബിസിനസ് മാൻ, ബിസിനസ് വുമൺ, ഓൾ ദാറ്റ് സ്റ്റഫ്. സോ പീപ്പിൾ സേ, അവരൊക്കെ ഭയങ്കര സക്സസ്ഫുൾ ആണെന്ന് പറയില്ലേ നമ്മളുടെ ദുനിയയില്. പക്ഷെ ആ സക്സസ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ സക്സസ് ആഖിറയിലാണ്. പടച്ചവന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റും. അതാണ് നമ്മളുടെ ഫൈനൽ സക്സസ് എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് സക്സസ്. പക്ഷെ ദുനിയയിലെ സക്സസും അവർക്ക് ആപ്ലിക്കബിൾ ആണ്. ഇൻ ദ ലൈക്ക് അള്ളാഹുടെ ഡെഫിനിഷനിൽ ദുനിയയിലെ സക്സസ് അവർക്ക് ആപ്ലിക്കബിൾ ആണ്. അറ്റ് ദ സെയിം ടൈം ദേ ആർ ഗോയിങ് ടു ബി സക്സസ്ഫുൾ. ഹാപ്പി ആയിട്ട് പടച്ചതിന് മുമ്പിൽ പോയി അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്ന സക്സസിനെയാണ് ഇവിടെ നമ്മൾ സക്സസ്ഫുൾ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. സോ ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. അതാണ് ആയ നമ്പർ 5. ഇനി ആയ നമ്പർ 6 ബിസ്മില്ലാ. അതില് പടച്ചോൻ പറയുന്നുണ്ട്, അന്ന് മെക്കൻസിന്റെ ഇടയിൽ ഖുറേഷില് കുറെ ആൾക്കാരുണ്ട്, അബൂജഹൽ, അബൂൽഹബ്, ഇവരെല്ലാം പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രീച്ചിങ്ങിന് വളരെ എഗെയിൻസ്റ്റ് ആയിരുന്നു. ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. അവര് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അവന്റെ അടുത്ത് വന്നിരുന്ന് ഡാൻസും പാട്ടും ബഹളവും. ഇപ്പൊ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാബയുടെ ചുറ്റും ഇരുന്ന് ആൾക്കാർക്ക് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഇവര് ഗ്രൂപ്പായിട്ട് അവിടെ വന്നിരുന്നിട്ട് ഡാൻസും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഈ പഠിക്കുന്ന ആൾക്കാരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. ഓക്കെ, അവരെ കുറിച്ചിട്ടാണ് പടച്ചോൻ പറയുന്നത്. വമിനൻ നാസി, ആൻഡ് ഫ്രം അമംഗ് ദ പീപ്പിൾ, ഓക്കെ, മൻ യസ്തരി ലഹുവൽ ഹദീസ്. ലഹുവൽ ഹദീസ് പറഞ്ഞാൽ ഐഡിൽ ടോക്സ്, ആവശ്യമില്ലാത്ത ഡാൻസും പാട്ടും ബഹളവും, എന്നുവെച്ചാൽ നമ്മളെ പടച്ചോന്റെ മാർഗത്തിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഒരു യൂസും ഇല്ലാത്ത കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന അവർ. യസ്തരി ബൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പകരമായിട്ട് എന്നുള്ള ഒരു മീനിങ്ങിലാണ് ഇവിടെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ പടച്ചോന്റെ ഗൈഡൻസിന് പകരമായിട്ട് അവർ ഈ ആവശ്യമില്ലാത്ത അമ്യൂസ്മെന്റും ടൈം പാസും ഒരു യൂസും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു എമംഗ് ദ പീപ്പിൾ, ദാറ്റ് ഈസ് എമംഗ് ദ ഖുറൈഷ്, എമംഗ് ദ മക്കൻസ്. ഓക്കെ, എന്തിനാണ് അവരെ ചെയ്തുകൊണ്ടിരുന്നത്? ലി യുദില്ല അൻ സബീലില്ലാഹി. യുദില്ല എന്ന് പറയുമ്പോൾ ഡിസ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയാ, ലീഡ് അതേഴ്സ് അവേ, വഴിതെറ്റിക്കുക. ഓക്കെ, അൻ സബീലില്ലാഹി, ഫ്രം ദ പാത്ത് ഓഫ് അല്ലാഹ്. ഓക്കെ, ബി ഗൈരി ഇൽമ്, യാതൊരു വിവരമില്ലാതെ ഇവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടച്ചോന്റെ മാർഗത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ യാതൊരു വിവരമില്ലാണ്ട് പോയിട്ട് വഴിതെറ്റിക്കുക, അല്ലെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ മക്കയിലുണ്ടായിരുന്നു. ഈ അബൂജഹൽ, അബൂൽഹബ് എന്ന് പറഞ്ഞ ലീഡേഴ്സ് ആണ്. അവരുടെ കുറെ ഫോളോവേഴ്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് പിന്നെ അവരെന്താ ചെയ്യുന്നത്? വയത്തഹിദഹ ഹുസുവ, ആൻഡ് ദേ ടേക്ക് ഹാ എന്ന് പറഞ്ഞ ഇവിടെ ഉദ്ദേശിക്കുന്ന ആയാത്ത് ഓഫ് അള്ളയാണ്. എന്ന് വെച്ചാൽ പടച്ചോന്റെ ഖുറാൻ അല്ലെങ്കിൽ റെവലേഷൻസ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പടച്ചോന്റെ റെവലേഷൻസും ഖുറാനും എല്ലാം ഹുസുവ, ഒരുമാതിരി കളിയാക്കല്, മോക്കറിയായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, കളിയാക്കും അവര്. ഓക്കെ, ഉലായിക ലഹും, ആൻഡ് ഫോർ ദം അദാബുൻ മുഹീൻ, ആൻഡ് ഫോർ ദം ഇസ് മുഹീൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമിലിയേറ്റിംഗ്, ഹോപ്പ്ലെസ്, നാണം കെട്ട എന്ന് വെച്ചാൽ വളരെ സിവിയർ ആയിട്ടുള്ള അങ്ങനെയുള്ള അദാബ്, പണിഷ്മെന്റ്. അപ്പോ അങ്ങനെയുള്ളവർക്ക് പടച്ചോൻ വെച്ചിരിക്കുന്നത് നാണം കെട്ട ഹ്യൂമിലിയേറ്റിംഗ് പണിഷ്മെന്റ് ആണ്. ദേ ആർ ഗോയിങ് ടു സഫർ എ ഹ്യൂമിലിയേറ്റിംഗ് പണിഷ്മെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ആയ നമ്പർ 6 ഞാൻ ഒന്നുകൂടെ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യസ്തരി ലഹുൽ ഹദീസ്. ഓക്കെ, കുറച്ച് ആൾക്കാരുണ്ട് ഖുറൈഷില്, അവര് ദേ ഡിസ്ട്രാക്ട്. ഓക്കെ, ദേ ഡു ലഹുൽ ഹദീസ്, ഡിസ്ട്രാക്ട് ചെയ്യുന്ന ടോക്സ്, ഐഡിൽ ടോക്സ്, വിച്ച് ഹാസ് നോ പർപ്പസ്. എന്ത് ചെയ്യും?
ഖുറാൻ പഠിപ്പിക്കുന്നവരുടെ ചുറ്റും വന്നിരുന്ന് കുറെ ഡാൻസും പാട്ടും ഡ്രാമയെല്ലാം കാണിക്കും. സോ ദാറ്റ് അവര് ഡിസ്ട്രാക്റ്റഡ് ആവും. എന്നിട്ട് അവരെന്ത് ചെയ്യും, പടച്ചോന്റെ ആയാസിനെ എല്ലാം അവർ കളിയാക്കും. അങ്ങനെയുള്ളവർക്ക് ഭീകരമായ പണിഷ്മെന്റ് ആണ് പടച്ചോൻ വെച്ചിരിക്കുന്നത് എന്നാണ് ആയ നമ്പർ 6 പറയുന്നത്.